ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ക്രിസ്തുവാണ്. ഈശോയിൽ ആരംഭിച്ച് ഈശോയിൽ വിലയം പ്രാപിക്കുക ക്രൈസ്തവ ജീവിതത്തിൻ്റെ വെല്ലുവിളിയാണ്. വചനം നമ്മോട് പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകം, എന്നാലോ തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം. നമ്മൾ വിളിക്കപ്പെട്ടവർ മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ കൂടി ആണെന്ന ബോധ്യം തിരമാല കണക്കെ ഹൃദയത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ തീരങ്ങളിൽ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കും. ഈ ആധുനിക ലോകത്തിൽ ക്രൈസ്തവ ജീവിതം ഒരു ദൈവിക പദ്ധതിയാണ്. അത് ക്രിസ്തുവിൽ തിരിച്ചറിയുക എന്നതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും വെല്ലുവിളിയും കടമയും. ഇല്ലായ്മയിലും സ്നേഹത്തിലും സഹനത്തിലും ഈശോയുടെ തിരിച്ചോര വഴികാട്ടിയായി, ആത്മധൈര്യമായി മരണത്തെ പുൽകിയ നിരവധി രക്തസാക്ഷികൾ നമുക്ക് പ്രചോദനമാണ്. ക്രിസ്തുവിൽ സ്വയം സമർപ്പിച്ച് തങ്ങളുടെ ജീവിതം ധന്യമാക്കിയ ചില ദൈവവിളികൾ സാദരം നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഈശോ നമ്മെ നയിക്കട്ടെ. ഗുഡ്നസ് ടിവിയുടെ കുമ്പസാര മുഖാമുഖം പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തിയ ചിലരെ പരിചയപ്പെടുത്തുന്നതാണല്ലോ ഈ പ്രോഗ്രാം. ഇന്ന് നമ്മോടുകൂടെ സ്റ്റുഡിയോയിലുള്ളത് ഈ വർഷത്തെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സഭാതാരം അവാർഡ് ലഭിച്ച ബഹുമാനപ്പെട്ട ബ്രിട്ടോ അച്ഛനാണ്. അച്ഛ, കുമ്പസാരം മുഖാമുഖം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. വളരെ പാവപ്പെട്ട കുടുംബത്തിലായിരുന്നല്ലോ അച്ഛൻ. പഠനത്തിലും കലാരംഗത്തും മുൻപന്തിയിലുമായിരുന്നു. എന്നിട്ടും അച്ഛനാകാൻ തീരുമാനിച്ചെന്തിനാ? അതൊരു കഥയാണ് മോളെ. അച്ഛനാകാനുള്ള വിളി ദൈവം എന്നിൽ നിക്ഷേപിച്ചതാ. അതിനെ തല്ലിക്കെടുത്താനോ ഇല്ലാതാക്കാനോ നമുക്കാവില്ല. പള്ളിയുടെ അടുത്തായിരുന്നു എൻ്റെ വീട്. സ്കൂളിലേക്ക് പല ദിവസവും ഞാൻ വരുന്നത് ഒഴിഞ്ഞ വയറോടെയാണ്. സ്വയം പാചകം ചെയ്യുന്ന, കുഞ്ഞുങ്ങളായി ഞങ്ങളെ എന്തെന്ന് സ്നേഹിക്കുന്ന എൻ്റെ വികാരീശൻ്റെ അടുക്കളയായിരുന്നു പലപ്പോഴും എൻ്റെ വയറ് നിറച്ചിരുന്നത്. ഞാൻ ഹൈസ്കൂളിലേക്ക് കയറിയ വർഷം. വാട ബ്രിട്ടോ, ഇന്നും നീ ഒന്നും കഴിച്ചില്ലേ? സാരമില്ല, നീ ഓടി എൻ്റെ അടുക്കളയിലേക്ക് ചെല്ല്. കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ പ്ലേറ്റുകളും ഗ്ലാസുകളും കഴുകാൻ മറക്കരുത് കേട്ടോ. ഈ അച്ഛൻ്റെ ഒരു കാര്യം. എടാ, നീ ആരാ? വെള്ളക്കുപ്പായമിട്ടോ ലോകബാങ്കോ? പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. നീ അവർക്ക് എന്തൊക്കെയാ ഫ്രീ നൽകുന്നത്? അതും പോരാഞ്ഞ് ഈ ഗ്രാമത്തിലെ ആദിവാസി യുവാക്കളെ പഠിപ്പിക്കാനും പ്രാർത്ഥിപ്പിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ നെഞ്ചത്തിട്ട് നിനക്ക് അരി വറക്കണല്ലേടാ. നിന്റെ പരിപ്പിന് ഞാൻ എടുക്കും. അവനെയും വിടരുത്. എടാ, നീ ആരാ? നീയും ഈ കത്തനാരുടെ ഗ്രൂപ്പിലെ അംഗമല്ലേ? അല്ല, അവനെ വിട്ടേരെ. നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്? അവൻ കൂലിക്ക് പാത്രം കഴുകാൻ വന്നവനാ. വിട്ടേരടാ ആ ആനപ്പിണ്ടത്തെ. നമുക്ക് ഈ ആനയെ മതി. ഇനി വാ പൊളിക്കരുത്, കയ്യനക്കരുത്, കാൽ ചലിപ്പിക്കരുത്. ആർക്കും വേണ്ടി. പൊഴിയും കാലങ്ങൾക്കപ്പുറം കളിരണിയും കാലമുണ്ട തോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്ന
പിറ്റേ ദിവസത്തെ പത്രത്തിൽ അച്ഛൻ്റെ മരണവാർത്തയാണ് ഞാൻ വായിച്ചത്. ആദിവാസി ഗോത്രവർഗ പുനരുദ്ധാരണത്തിനായി പോരാടിയ അച്ഛനെ തീവ്രവാദികൾ വധിച്ചു. അച്ഛൻ്റെ ചോര എൻ്റെ വിളിയെയാണ് വളർത്തിയത്. 3 വർഷത്തിന് ശേഷം ഞാൻ സെമിനാരിയിൽ ചേർന്നു. വൈദികനായി അതേ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പ്രതിബന്ധങ്ങൾ ധാരാളമുണ്ടായി. പക്ഷെ കൊച്ചു ബ്രിട്ടോയ്ക്ക് കൂട്ടിന് എൻ്റെ അച്ഛൻ്റെ ആത്മാവുണ്ടായിരുന്നു. കൂടെ അച്ഛനെ നയിച്ച ഈ ബൈബിളും. എൻ്റെ ഈ പങ്കുവയ്ക്കൽ നിങ്ങളുടെ ദൈവവിളി ഉണർത്താൻ സഹായിച്ചാൽ എനിക്ക് സന്തോഷമായി. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം.